ഓം ശാന്തി. പലപ്പോഴും നമ്മുടെ സ്വപ്നത്തിലെ നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മൾ ചെയ്യുന്നതായിരിക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കൂടെയുള്ളവർ, നമ്മളെ സ്നേഹിക്കുന്നവർ, നമ്മൾ ഒത്തൊരുമിച്ച് പോകുന്നവർ എല്ലാവരും കൂടെ ചെയ്യുകയാണെങ്കിൽ, ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് സന്തോഷം കിട്ടാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മളെല്ലാവരോടും പറയാൻ തുടങ്ങും, ഞാനിങ്ങനൊരു കാര്യം ചെയ്യേണ്ടത്, നീയും ചെയ്തോക്ക്. ഇങ്ങനെ പറയുമ്പോൾ പലപ്പോഴും എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ, ചിലർ നമ്മൾ പറയുന്നത് കേൾക്കുമ്പോൾ സന്തോഷത്തോടെ അതുപോലെ അത് ചെയ്യാൻ തുടങ്ങും. ചിലരുടെ മനസ്സിൽ നമ്മളുള്ള അസൂയ കൊണ്ട് അങ്ങനെ അവർ മാത്രം നേടിയാൽ ശരിയാവില്ല, എനിക്ക് നേടണം, എനിക്കും വേണം എന്നുള്ള വിചാരത്തിൽ ചെയ്യാൻ തുടങ്ങും. ചില ആൾക്കാർ നമ്മൾ പറയുന്നത് കേൾക്കുമ്പോൾ പുച്ഛത്തോട് കൂടിയിട്ട് കുറേ ആയാലോ ചെയ്യാൻ തുടങ്ങിയിട്ട്, എന്നിട്ട് എവിടെയും എത്തിയിട്ടില്ലല്ലോ എന്നൊക്കെ വിചാരത്തിൽ ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്ത് അതിൻ്റെ ഫലം കിട്ടും മുന്നേ പലരോടും പറയുമ്പോൾ പലപ്പോഴും അതിൻ്റെ ഫലം നമുക്ക് വന്നു ചേരാൻ ഒരുപാട് വൈകാറുണ്ട്. അതുകൊണ്ടാണ് ഇന്നും ഞാൻ നിങ്ങളോട് മുന്നൊരിക്കൽ ഇക്കാര്യം പറഞ്ഞു ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് പറയുകയാണ്, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ അതാരോടും പറയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. സ്വന്തം പുരുഷാർത്ഥങ്ങൾ, സ്വന്തം പരിശ്രമങ്ങൾ, സ്വന്തം പഠനങ്ങൾ പരമാവധി നിങ്ങൾക്ക് നിങ്ങളുടേതാക്കി വെക്കാൻ പറ്റുമോ? നിങ്ങളുടെ വിജയങ്ങൾ, നമ്മുടെ സന്തോഷങ്ങൾ, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ചെയ്തു കൊടുത്ത കാര്യങ്ങൾ, ഇതെല്ലാം എത്ര നിങ്ങൾക്ക് സീക്രട്ടായി കീപ്പ് ചെയ്യാൻ പറ്റുമോ അത്രയും ആ കാര്യത്തിലൊക്കെ സഫലത നമുക്ക് കുറച്ച് കൂടുതലായിരിക്കും. ദാനം കൊടുക്കുമ്പോൾ പൊതുവേ പറയും, ഒരു കൈ കൊണ്ട് ദാനം കൊടുത്താൽ മറ്റേ കൈ കൊണ്ട് അറിയരുതെന്ന് പറയാം. അതുപോലെ തന്നെ ഒരു കാര്യം പറഞ്ഞു കൊടുക്കാൻ പോണേക്കാൾ മുന്നേ ആദ്യം നമ്മളത് നമ്മുടെ ലൈഫിൽ ചെയ്തിട്ട് നമുക്കത് സീക്രട്ടായി കീപ്പ് ചെയ്തുകൊണ്ട് റിസൾട്ട് കിട്ടും വരെ അതിനെ കാത്തിരുന്ന് അത് ശരിയെന്ന് തോന്നുമ്പോൾ അല്ലെങ്കിൽ അനുഭവിക്കുമ്പോൾ, അനുഭവം കിട്ടിയ ശേഷം ഞാൻ ഇങ്ങനെ ചെയ്തു, എനിക്കിങ്ങനൊരു അനുഭവം കിട്ടിയെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ അവർക്ക്, കേൾക്കുന്നവർക്ക്, അതും എല്ലാവരോടും പറയാതിരിക്കുക. ആർക്കാണോ നിങ്ങൾ പറഞ്ഞു കേൾക്കുമ്പോൾ ഇഷ്ടത്തോടു കൂടി അത് ചെയ്യുമെന്നും നിങ്ങളോടത് നെഗറ്റീവായിട്ട് തോട്ടുണ്ടാവില്ല എന്നും നിങ്ങൾക്ക് ഉറപ്പുള്ളതായിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യൂ. ഈ കാര്യം നിങ്ങൾ ചെയ്തതായിട്ട് പറയുമ്പോൾ ഈ വീഡിയോ നിങ്ങൾ എത്ര ആൾക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ഡയറക്റ്റ്ലി ബന്ധമില്ലാത്ത ഒരാളായതുകൊണ്ട് അവർക്ക് കേൾക്കുമ്പോൾ അതൊരു മെത്തേഡ്, അതിന് പ്രത്യേകിച്ച് പിന്നെ ഇവർ ചെയ്തിട്ട് അങ്ങനെയൊന്നും തോന്നാൻ പോകുന്നില്ല. നിങ്ങളുടെ ഡയറക്റ്റ് ഇൻഡിവിജ്വലായിട്ട് കണക്ഷനുള്ള ഒരാളോട് പറയുമ്പോൾ എപ്പോഴും പറയാറില്ലേ, നമ്മൾ അടുത്തോളൂ. എത്ര വരെ അടുക്കരുത്? വിളക്കിൻ്റെ ദീപം നാളം കാണാൻ, വിളക്കിൻ്റെ വെളിച്ചം കാണാൻ അടുക്കാം, വിളക്കിൻ്റെ അടിയിൽ ഇരുട്ട് കാണും വരെ അടുക്കരുത് എന്ന് പറയും. അപ്പോൾ നമ്മളെപ്പോഴും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരാൾക്കാരുടെ കൂട്ടാവുമ്പോൾ അവരോടാണല്ലോ നമ്മളൊക്കെ എന്ത് ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. നമുക്ക് 2 ദിവസം 3 ദിവസമൊക്കെ ഒരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ നമ്മളുള്ള ആ കോൺഫിഡൻസ് ലെവൽ കൂടാൻ തുടങ്ങും, ആ എനർജി ലെവൽ കൂടാൻ തുടങ്ങും, സന്തോഷം കൂടാൻ തുടങ്ങും. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, ഞാനിങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ, എനിക്ക് നല്ല സുഖമുണ്ട്, ഉറപ്പാണ് എനിക്ക് റിസൾട്ട് കിട്ടും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഷെയർ ചെയ്യും. സ്വാഭാവികമായിട്ട് അവരുടെ ഭാഗത്തുനിന്ന് സ്ട്രോങ് നെഗറ്റീവ് തോട്ട് വന്നാലും, സ്ട്രോങ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങളെ പരിഹസിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ കുത്തുന്ന രീതിയിലോ ഒരു വാക്ക് വന്നാലും അത് പോയിട്ട് ഇമോഷണലി അവിടെ പോയി ഹിറ്റ് ചെയ്യും. അത് പിന്നെ നമുക്ക് പിറ്റേ ദിവസം ആ കാര്യത്തെ അതുപോലെ ചെയ്യാനുള്ളതായിട്ടുള്ള ഊർജ്ജം ഇല്ലാതാക്കി മാറ്റും. ചിലപ്പോൾ മറന്നു പോവും, ചിലപ്പോൾ ആ സമയം വരുമ്പോൾ വേറെ എന്തെങ്കിലും ബിസി വരും. അതായത് ഏതെങ്കിലും ഒരു രീതിയിലുള്ള ബ്ലോക്കുകൾ നമ്മുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണാം. അതുകൊണ്ട് എന്തൊരു കാര്യം ചെയ്യുമ്പോഴും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആദ്യം അതിനെ സീക്രട്ടായിട്ട് വെക്കൂ. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ എത്ര വട്ടം ചെയ്യാൻ പറ്റുമോ അത്ര വട്ടം ചെയ്യൂ. അത് ചെയ്ത് അതിന് റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും വീഡിയോയുടെ അടിയിൽ വന്നുകൊണ്ട്, എനിക്ക് ഈ വീഡിയോ ചെയ്തപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന കാര്യം ചെയ്തപ്പോൾ ഇങ്ങനെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് സിസ്റ്ററെ, അല്ലെങ്കിൽ അന്ന് വീഡിയോ ഇടുന്ന സമയത്ത് ആ വീഡിയോയിൽ ഇന്ന കാര്യം ഞാൻ ചെയ്തപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടി എന്നൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യൂ. അത് കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഈ കാര്യം ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയ ആളുകളുടെ കാര്യം കേൾക്കുമ്പോൾ ഇത് ചെയ്താൽ ശരിയാവോ ഇല്ലേ എന്ന് വിചാരിക്കുന്ന കുറേ ആൾക്കാരുണ്ടായിരിക്കുമല്ലോ. ആദ്യമായിട്ട് കാണുന്നവരോ ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള മോഡൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങുന്നവരോ ഉണ്ടായിരിക്കും. അവർക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് അവർക്ക് മോട്ടിവേഷൻ കൊടുക്കുകയും അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് വരാനുള്ള ഒരു ശക്തി നിങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ ചെയ്തോളൂ. പക്ഷേ ഇത് നമ്മൾ പേഴ്സണലായിട്ട് നമ്മുടെ ലൈഫിലേക്ക് വേണ്ടി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ കാര്യം ആരോടും പറയാതെ വേണം ചെയ്യാൻ. ഇത് നമുക്കറിയാം, ഞാൻ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പറഞ്ഞു തരാറുള്ള പോലെ പറയുകയാണ്, ഏതൊരു കാര്യം ചെയ്യുന്ന സമയത്തും ആ സമയത്ത് മാത്രം അതിൻ്റെ മൂഡും, അല്ലാത്ത സമയത്ത് മുഴുവൻ സങ്കടത്തിൻ്റെ, ഇറിറ്റേഷൻ്റെ, ടെൻഷൻ്റെ മൂഡാവരുത്. അതുകൊണ്ട് മെഡിറ്റേഷൻ പഠിക്കണം, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കണം. സാധിക്കുമോ നിങ്ങൾ എല്ലാ ദിവസവും നമ്മുടെ ബ്രഹ്മകുമാരീസ് ഈശ്വര വിശ്വവിദ്യാലയത്തിൽ സത്സംഗം നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് 1 മണിക്കൂർ പോകാൻ സമയമില്ലെങ്കിലും തൊട്ടടുത്ത സെൻറ്ററിൽ പോയിട്ട്
സിസ്റ്ററെ അടുത്ത് നിങ്ങൾ അവരോട് സംസാരത്തിൽ വരികയും ആ സിസ്റ്ററുമായിട്ട് നല്ലൊരു റിലേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന സന്ദർഭത്തിൽ തീർച്ചയായിട്ടും ആ സിസ്റ്ററുടെ സഹായം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് മുരളി വായിച്ചു തരുകയും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നേരിട്ട് സംസാരിക്കുകയും ബ്രഹ്മകുമാരി സെൻറ്റേഴ്സിലെ സിസ്റ്റർമാരെല്ലാവരും തന്നെ ഞാനിങ്ങനെ വീഡിയോ യൂട്യൂബ് ആയിക്കൊണ്ട് നിങ്ങളുടെ മുന്നിൽ വന്നതുകൊണ്ട് നിങ്ങൾ എന്നെ അറിഞ്ഞിട്ടുണ്ടാവാം. പക്ഷേ എല്ലാ ബ്രഹ്മകുമാരി സെൻറ്ററിലെ സിസ്റ്റർമാരും ഈ ലോക നന്മയ്ക്ക് വേണ്ടിക്കൊണ്ട് സ്വന്തം ജീവിതത്തെ സമർപ്പിച്ചവരാണ്. അതുകൊണ്ട് നിങ്ങളെപ്പോലുള്ളതായിട്ടുള്ള എല്ലാ സഹോദരന്മാരുടെ നന്മയ്ക്ക് വേണ്ടിക്കൊണ്ട് നിങ്ങളുടെ വിഷമങ്ങളെ കേൾക്കാനും നിങ്ങൾക്ക് അതിനുള്ള സൊല്യൂഷൻ തരാനും അവരാലാകുന്ന രീതിയിൽ എല്ലാ സപ്പോർട്ട് തരാനും അതിനേക്കാൾ ഉപരി നിങ്ങൾ ഈശ്വരനോട് പറയുന്നത് പോലെ തുല്യമായിക്കൊണ്ട് നിങ്ങൾക്ക് സഹോദരിമാരോട് കാര്യങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യാം. അതുകൊണ്ട് അടുത്ത സെൻറ്ററിൽ പോയിട്ടാണ് നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ നിങ്ങൾ ഭാഗ്യശാലികൾ തന്നെയാണ്. വീടിനടുത്തൊരു സെൻറ്റർ ഉണ്ടെങ്കിൽ. ഇനി അഥവാ നിങ്ങൾക്ക് എത്താൻ പറ്റാത്ത അത്ര ദൂരത്തിലാണ് സെൻറ്റർ എങ്കിൽ ഓൺലൈനിൽ ക്ലാസ് കേട്ടിട്ടെങ്കിലും നമ്മുടെ മനസ്സിനെ പോസിറ്റീവ് തോട്ട്സ് കൊണ്ട് നിറയ്ക്കാൻ സ്വയം ഭഗവാന്റെ ഡയറക്റ്റുള്ളതായിരിക്കുന്ന സംസാരമാണ് സത്സംഗത്തിലൂടെ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുക. അതുകൊണ്ട് അത് കേട്ടുകൊണ്ട് മനസ്സിനെ ശക്തിശാലിയാക്കിക്കൊണ്ട് സന്ദർഭവും സമയം വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിനുള്ളിൽ നിന്ന് എൻ്റെ അടുത്ത് ഈശ്വരൻ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളതാണ്, സോ ഡോണ്ട് വറി എന്ന് നമ്മളോട് നമ്മൾ തന്നെ സംസാരിക്കുന്ന രീതിയിൽ നമ്മളെ ശക്തിശാലിയാക്കി മാറ്റാൻ വേണ്ടിക്കൊണ്ട് നിങ്ങൾ ഈ ക്ലാസ്സൊക്കെ സഹായിക്കും. പിന്നെ ഇങ്ങനെ ഏതെങ്കിലും രീതികളിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പോസിറ്റീവാക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കണം. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നതായിട്ടുള്ള വിധി നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒന്നാമത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു റൂമിൻ്റെ ഉള്ളിൽ ഒറ്റയ്ക്കുള്ള സമയം. ഇത് ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം. ആരും ആ മുറിയിലില്ലാത്ത സമയത്ത്. നിങ്ങൾക്കൊന്നും പറ്റില്ലേ, നിങ്ങൾ ഓഫീസിലാണോ മറ്റ് സ്ഥലങ്ങളിലാണോ ഗ്രൂപ്പിലാണോ താമസിക്കുന്നത്, ഒരു ബാൽക്കണിയിലോ ഒന്നും പറ്റില്ലെങ്കിൽ ബാത്റൂമിൽ, അവിടെ ആരും കയറി വരില്ലല്ലോ, വാതിലടച്ചിട്ട് നമുക്ക് ഇരിക്കാമല്ലോ, കാല് ഭൂമിയിൽ ടച്ച് ചെയ്ത് നിൽക്കുന്നുണ്ടായിരിക്കണം. അത്രേ നമുക്ക് ആവശ്യമുള്ളൂ. അങ്ങനെ ഒരു രീതിയുള്ളതായിട്ടുള്ള ഒരു സ്ഥലത്ത് നിൽക്കുക. കാറിൽ എന്നിട്ടാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂന്നുണ്ടോ, കാറിൻ്റെ താഴെയുള്ളതായിട്ടുള്ള ഫ്ലോറിൽ ചവിട്ടി വെച്ചിട്ടുണ്ടായിരിക്കണം എന്നർത്ഥം. നിങ്ങൾക്കിത് ഏറ്റവും ചെയ്യാൻ പ്രോപ്പറായിരിക്കുന്ന മെത്തേഡ് ഒരു മുറിയിലുള്ളിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സ്ഥലത്ത് കുളിച്ച് ശുദ്ധമായി വന്ന് താഴെ ചമ്രം പടിഞ്ഞിരിക്കാൻ പറ്റുമെങ്കിൽ നമ്പർ 1 മെത്തേഡ് അത് തന്നെയാണ്. ബാക്കിയെല്ലാം ഓപ്ഷണൽ. ഇതില്ല എങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം എന്ന് മാത്രം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഈ കാര്യം ചെയ്യുന്ന സമയത്ത് ആ മുറിയിലുള്ളിൽ അല്ലെങ്കിൽ ആ സ്ഥലത്ത് വേറെ ആരും ഇല്ലാതെ വേണം നമ്മൾ ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞ ശേഷം കുറച്ച് സമയം നമ്മൾ ഇരിക്കുന്നതിനേക്കാൾ മുന്നായിക്കൊണ്ട് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഭാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈശ്വരന് കത്തെഴുതിക്കൊണ്ട് മനസ്സിനെ കാലിയാക്കി ക്ലീനാക്കി. ഇനി അഥവാ നിങ്ങൾക്ക് വളരെയധികം ദേഷ്യമോ സങ്കടമോ ഉണ്ടാകുന്നൊരു കാര്യമുണ്ട് വിചാരിക്കുക, എനിക്ക് അവരോട് എന്തെങ്കിലും പറഞ്ഞേ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ, ക്ഷമ യാചിക്കാൻ രീതിയിൽ മനസ്സ് താങ്ങുന്നില്ല എന്നുണ്ടോ, ഒരു കാര്യം ചെയ്യൊരു പേപ്പർ എടുത്തിട്ട് അവരോട് സംസാരിക്കുന്നു എന്ന് തോന്നുന്ന രീതിയിൽ എന്തൊക്കെ നിങ്ങൾക്ക് പറയാനുണ്ടോ അതൊക്കെ നിങ്ങൾ എഴുതിക്കോ. നിങ്ങളുടെ മനസ്സിൽ നിന്ന് എത്ര സ്ട്രോങ് ആയിട്ടുള്ള ഫീലിംഗ് ഉണ്ടോ അതൊക്കെ സ്ട്രോങ് ആയി തന്നെ എഴുതിക്കോ. പക്ഷെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ ചെയ്തു നോക്കിയപ്പോൾ വളരെ ഫീലിങ്ങും ഇറിറ്റേഷനും ഒക്കെ വന്നിട്ട് ആ കാര്യം മുഴുവൻ അങ്ങ് എഴുതി വെച്ചിട്ട് അത് കഴിഞ്ഞ് ഞാൻ വായിച്ചു നോക്കിയപ്പോൾ അയ്യോ ഇങ്ങനെ പറയണ്ട കേട്ടോ, ഇങ്ങനെ പറഞ്ഞാൽ അവർക്ക് ഹേർട്ട് ചെയ്യും, പിന്നെ നമുക്ക് മുന്നോട്ട് ഒത്തൊരുമിച്ച് പോകണ്ടേ എന്ന് എന്നോട് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് കഴിഞ്ഞ ശേഷം നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾ തന്നെ പറയും ഇത് വേണ്ട എന്ന്. അതിനെ കീറി മുറിച്ച് കത്തിച്ച് കളയുക. ഇനി വീണ്ടും നിങ്ങൾക്ക് പറയണം തോന്നുന്നുണ്ടോ, ഒരു പ്രാവശ്യം കൂടി എഴുതുക, കീറി മുറിച്ച് കത്തിച്ച് കളയുക. അപ്പോഴത്തേക്ക് 2 പ്രാവശ്യത്തേക്കാൾ കൂടുതൽ നമ്മുടെ ഇമോഷൻസിനെ കീപ്പ് ചെയ്യാൻ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് സാധിക്കില്ല. അതെല്ലാം അങ്ങ് ഒഴുകിപ്പോയിക്കോളും. എനിവേ ഏതെങ്കിലും ഒരു വിധം സ്വന്തമാക്കിക്കൊണ്ട് സബ് കോൺഷ്യസ് മൈൻഡിനുള്ളിലെ വിഷമങ്ങളെയും സങ്കടങ്ങളെയും എല്ലാം ക്ലീൻ ചെയ്തിട്ട് മാത്രമേ നമ്മളെപ്പോഴും ഏതൊരു മാനിഫെസ്റ്റേഷന് വേണ്ടിയും തയ്യാറാകാവൂ. കാരണം മാനിഫെസ്റ്റേഷൻ്റെ കാര്യമെല്ലാം പ്രാക്ടിക്കലാകുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനുള്ള വൈബ്രേഷൻ്റെ ആധാരത്തിലാണ്. നല്ലൊരു ഉദ്ദേശത്തോടു കൂടി നല്ലൊരു കാര്യത്തിന് വേണ്ടി ഇരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് സങ്കടത്തിൻ്റെ നെഗറ്റീവ് വൈബ്രേഷൻസ് ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ എത്ര എഫേർട്ട് എടുത്താലും പോസിറ്റീവ്ലി അല്ല നെഗറ്റീവ്ലിയാണ് റിസൾട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുക. അതുകൊണ്ട് മനസ്സിനെ ശാന്താക്കുക, ക്ലീനാക്കുക, കാമാക്കുക. അത് കഴിഞ്ഞ ശേഷം ഒറ്റയ്ക്കൊരു സ്ഥലത്തിരുന്ന് നിങ്ങൾക്ക് കണ്ണടച്ച് 1-2 മിനിറ്റ് സമയം കണ്ണടച്ച ശേഷം 2-3 ശ്വാസത്തെ നന്നായിട്ട് ഉള്ളിലേക്ക് വലിക്കുക. ഉള്ളിലൊരു സെക്കൻഡ് 30 സെക്കൻഡ് പറ്റിയെങ്കിൽ 30 സെക്കൻഡ് അല്ലെങ്കിൽ 4-5 സെക്കൻഡെങ്കിലും ഉല്ലാശ്വാസം ഹോൾഡ് ചെയ്യുക. അത് കഴിഞ്ഞ ശേഷം വായിലൂടെ പുറത്തേക്ക് ഇങ്ങനെ എന്ന് പറഞ്ഞ് കളയുക. ഇങ്ങനെ ഒരു 3 പ്രാവശ്യം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു, പുറത്തേക്ക് കളയുന്നു. അതോടുകൂടി ബോഡി ഒരു കൂളാവാനായിട്ട് തുടങ്ങും. ബോഡിയിലൊരു കൂളിങ് നമുക്ക് ഫീൽ ചെയ്യും, ബ്രെയിനൊക്കെ റിലാക്സ്ഡ് ആവും. നമ്മുടെ ഫിസിക്കലായിട്ട് നമ്മൾ ഈ കാര്യത്തിന് വേണ്ടി പ്രിപ്പയർഡായി. അത് കഴിഞ്ഞ ശേഷം നമ്മൾ നമ്മുടെ മനസ്സുകൊണ്ട് പറയുക, ആ സർവശക്തനായ ഭഗവാനെ, ആ പ്രകാശ സ്വരൂപത്തിന്, എല്ലാ ധർമ്മപിതാക്കന്മാരും പറയുന്നതാണ് ഈശ്വരൻ പ്രകാശാണ് എന്ന്. അതുകൊണ്ട് സർവശക്തനായിരിക്കുന്ന ഊർജവുമായി ആ ശക്തിയുമായി പരമാത്മാവ്
കർത്താവുമായി, ഭഗവാനുമായി, ഈശ്വരനുമായി, ആ സർവശക്തനുമായി ഞാൻ എന്നെ കണക്ട് ചെയ്യുകയാണ് എന്ന് സങ്കല്പിക്കാം. അടുത്ത സെക്കൻഡിൽ ആ ഒരു പ്രകാശം ഒരു കുഞ്ഞു സൂര്യനെ പോലെ തേജസ്സോടെ തിളങ്ങുന്നതായിരിക്കുന്ന മനോഹരമായ പ്രകാശം തലയുടെ മേലെ വന്ന് നിൽക്കുന്നു. അതിൽ നിന്ന് പ്രകാശകിരണങ്ങൾ ഒഴുകി വരുന്നു. അപ്പോൾ സങ്കല്പിക്കുക, എനിക്ക് അർഹതപ്പെട്ടതായിരിക്കുന്ന എൻ്റെ എല്ലാ സന്തോഷങ്ങളും, എല്ലാ സമൃദ്ധിയും എന്നിൽ വന്ന് നിറയുകയാണ് എന്ന് സന്തോഷിക്കുക. ഫീലിങ്ങോടെ പറയണം, കണ്ടു നോക്കണം. ആ പ്രകാശത്തിൻ്റെ ഒപ്പം എൻ്റെ ജീവിതത്തിൽ വേണ്ടതായിട്ടുള്ള എല്ലാ സന്തോഷവും എല്ലാ സമൃദ്ധിയും അതൊഴുകി വരികയാണ്. അത് കഴിഞ്ഞ ശേഷം അടുത്തതായിട്ട് അത് എൻ്റെ എല്ലാ സന്തോഷവും എൻ്റെ എല്ലാ സമൃദ്ധിയും സഹജമായി എന്നിലേക്ക് ഒഴുകി വരുന്നു എന്ന് ആ പ്രകാശം നിറയുന്നു. ഞാൻ അനന്തമായ ആനന്ദം അനുഭവിക്കുന്നതായിട്ടുള്ള ആ ആനന്ദത്തിൻ്റെ ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യൂ. ആദ്യം ഒരു പക്ഷേ നിങ്ങൾക്ക് ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ഓട്ടോമാറ്റിക്കലി സബ് കോൺഷ്യസ് മൈൻഡിൽ അത് ആനന്ദത്തിലേക്ക് പരിവർത്തനമാവും. അതിൽ യാതൊരു സംശയവുമില്ല. സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ ഇത്തരത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് ഈശ്വരനുമായിട്ട് കണക്റ്റഡ് ആവുന്നു. മൂന്നാമത് നമ്മൾ പറയേണ്ടത്, എന്തൊക്കെയാണോ ഈശ്വര അങ്ങ് എനിക്ക് തരാനുള്ളതായിട്ടുള്ള സമയം, ആ സമയം വളരെ സമീപത്തെത്തിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ അറിയുന്നു. ആ സമയത്തിൽ ഞാൻ കാത്തിരിക്കുന്നു. സമയം എനിക്ക് അടുത്തെത്തിയെന്ന് അറിയുന്നു. എന്നിലേക്ക് ഒഴുകി വരുന്നത് ഞാൻ അറിയുന്നു. ആ സമയത്ത് ഞാൻ കാത്തിരിക്കുന്നു. അടുത്തത്, എൻ്റെ എല്ലാ സന്തോഷത്തിനും എൻ്റെ എല്ലാ സമൃദ്ധിക്കും ഞാൻ എന്താണോ അതിനും, ഞാൻ എന്തായി തീരാൻ പോകുന്നു അതിനും അങ്ങേക്ക് നന്ദി 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 എന്ന് പറയുക. അത് പറയുമ്പോൾ കൈകൾ കൂപ്പിക്കൊണ്ട് എൻ്റെ എല്ലാ സന്തോഷത്തിനും എൻ്റെ എല്ലാ സമൃദ്ധിക്കും, ഞാൻ ഇന്ന് എന്താണോ അതിനും, ഞാൻ എന്തായി തീരാൻ പോകുന്നു അതിനും എല്ലാത്തിനും അങ്ങേക്ക് നന്ദി നന്ദി എന്ന് പറയാം. ഈ കാര്യത്തിന് ഫീലിങ്ങോടുകൂടി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മിനിമം അതിന് 4-5 വട്ടെങ്കിലും പറയുക. 7 വട്ടം പറയാൻ പറ്റുമെങ്കിൽ നല്ലത്. ആ ഫീൽ ചെയ്തിട്ട്, ആ പ്രസൻസ് ഫീൽ ചെയ്തിട്ട്, ആ ഭഗവാന്റെ വൈബ്രേഷൻ എടുത്തുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ മനസ്സ് നിറച്ചത് സ്വീകരിച്ച് അത് കഴിഞ്ഞ ശേഷം റിലാക്സ് ചെയ്യുക. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈശ്വരനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു മന്ത്രം അല്ലെങ്കിൽ ഈ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് ഫുൾ സ്റ്റോപ്പ് ചെയ്യാം. ഇത് കഴിഞ്ഞ ശേഷം ഞാൻ നിങ്ങളടുത്ത് ബാത്റൂം എന്ന് പറയാൻ കാരണം ഒരു നിവൃത്തിയില്ലാത്ത ആളുകൾക്കാണ് കേട്ടോ അത് പറഞ്ഞത്. ഏറ്റവും ലാസ്റ്റ് ഓപ്ഷനാണ് ബാത്റൂം. എന്നാലും ആരും കാണാതെ ചെയ്യാൻ പറയുന്നത്, നമ്മൾ ഇത്തരത്തിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അലിഞ്ഞു പോകുന്നതായിരിക്കുന്ന സമയത്ത് വേറൊരു വൈബ്രേഷൻ ഇതിനെ കട്ട് ചെയ്യാതെ നമ്മളും ഭഗവാനും മാത്രമുള്ളതായിരിക്കുന്ന ആ വൈബ്രേഷനിൽ ആ പ്രകാശത്തെ കണ്ടുകൊണ്ട് ആനന്ദിച്ചുകൊണ്ട് ഉള്ളിൽ നിറഞ്ഞ പോസിറ്റീവ് തോട്ട്സോടുകൂടി ഭഗവാന്റെ സാമീപ്യം അനുഭവിച്ചുകൊണ്ട് ആ ശക്തിനെ, ആ ഗിഫ്റ്റിനെയൊക്കെ സ്വീകരിച്ചുകൊണ്ട്, ആ തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട്, ഇനി തരാൻ പോകുന്നതിനും നന്ദി പറഞ്ഞുകൊണ്ട്, നമ്മളിലേക്ക് ഒഴുകി വരുന്നതിനെ സ്വീകരിച്ചുകൊണ്ട് ഈ എല്ലാ പ്രോസസ്സും നമ്മുടെ ഈ ഒരു പ്രാർത്ഥനയിൽ ഉൾപ്പെടും, അഥവാ ഈ മന്ത്രത്തിൽ ഉൾപ്പെടും. അതുകൊണ്ട് ഈ ഒരു മന്ത്രത്തെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. എന്തൊക്കെ പറയണം? ഒന്ന്, ആ സർവശക്തനായിട്ടുള്ള ഭഗവാനായി കണക്റ്റഡ് ആവുന്നു. ഫീൽ ചെയ്യണം, ആ ലൈറ്റ് നിങ്ങളുടെ അടുത്ത് വന്നു, നിങ്ങൾക്ക് എനർജി നിറയ്ക്കുന്നു. രണ്ടാമത്തെ, നമ്മുടെ ആദ്യം നിങ്ങൾ ഒരു സ്ഥലത്ത് നിൽക്കണം. രണ്ടാമത്, ശ്വാസം എടുത്തുകൊണ്ട് ബോഡിയെ തയ്യാറാക്കണം. മൂന്നാമത്, ഈശ്വരൻ്റെ സാന്നിധ്യം കാണണം, ആ എനർജി റിസീവ് ചെയ്യണം. നാലാമത്, സമയത്ത് നമുക്ക് വേണ്ടതെല്ലാം വരുന്നുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ സമയത്ത് അതിനെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാവണം. 4, ഞാൻ എന്താണോ എന്തായി തീരാൻ പോകുന്നു അതിനെല്ലാം ഭഗവാനോട് നന്ദി പറയണം. ഇത്രയും പ്രോസസ്സ് ഉൾക്കൊണ്ടതാണ് ഈ ഒരു മന്ത്രം. ഈ കാര്യം നിങ്ങൾ റെഗുലറായിട്ട് ചെയ്യൂ. രാവിലെയും രാത്രിയും നിങ്ങൾ ചെയ്യൂ. ഒരു നിവൃത്തിയില്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ പോകും മുന്നോ രാവിലെ ഉണർന്ന ഉടനെയോ ഈ കാര്യം പതിവായി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു സംശയവും വിചാരിക്കേണ്ട, വളരെ വേഗത്തിൽ നിങ്ങളുടെ അടുത്തേക്ക് ഇത് വരും. ഇത് ഇത്ര ദിവസമേ ചെയ്യാൻ പാടുള്ളതൊന്നുമില്ല. ഇത് ജീവിതത്തിൻ്റെ റൂട്ടീൻ്റെ ഭാഗമാക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും പ്രഭാതത്തിൽ മനസ്സ് സന്തോഷം നിറഞ്ഞൊരു ദിവസം ആരംഭിക്കാം. രാത്രി സന്തോഷം നിറഞ്ഞതായിട്ടുള്ളൊരു ദിവസം രാത്രിയിൽ എൻഡ് ചെയ്യാം. നമുക്ക് ഇങ്ങനെ ഏതെങ്കിലും നേരത്തെ ഈ കാര്യം റെഗുലറായി ചെയ്യൂ. ജീവിതത്തിൽ നിറച്ച് സമ്പന്നതയും സമൃദ്ധിയും സന്തോഷവും ആരോഗ്യവും നല്ല ബന്ധങ്ങളും എല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകി വരും. നിങ്ങൾക്കങ്ങനെ എല്ലാം ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ് ഉള്ള ജീവിതമാകട്ടെ. ഓം ശാന്തി.